നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളിക്ക് ഇത് സ്വപ്ന നേട്ടം. സ്പോർട്സ് സ്കൂളിന്റെ ശിലാസ്ഥാപനം നാളെ. സ്പോർട്സ് സ്കൂൾ പണിയുന്നത് 27 കോടിയിലധികം രൂപ മുടക്കി കുന്നുംഭാഗം ഗവൺമെന്റ് ഹൈസ്കൂളിനോടനുബന്ധിച്ച്. അമിത വേഗതയിൽ വളവിന് ഓവർടേക്ക് ചെയ്ത കാറിടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്ക്. ഗുരുതര പരിക്കുകളുമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. പരിക്കേറ്റത് മണർകാട് സ്വദേശി ദീപുവിനും സുഹൃത്തിനും. അനുഗ്രഹം ചൊരിഞ്ഞ ചെറുവള്ളിക്കാവിലമ്മ. നാളെ കുംഭപൂരം. നാടാകെ പാമ്പാടിയിലേക്ക്. കുടിവെള്ളത്തിനായി ഭീമഹർജികളുമായി ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം കളക്ടറേറ്റ് മാർച്ച്. പ്രവർത്തകർ എത്തിയത് 10,000-ഓളം ഭീമഹർജികളുമായി. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളിയുടെ കായിക ചരിത്രത്തിൽ പൊൻതൂവലായി കാഞ്ഞിരപ്പള്ളി സ്പോർട്സ് സ്കൂളിന്റെ ശിലാസ്ഥാപനം നാളെ നടക്കും. കുന്നുംഭാഗം ഗവൺമെന്റ് ഹൈസ്കൂളിനോടനുബന്ധിച്ചാണ് സ്പോർട്സ് സ്കൂൾ നിർമ്മിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയുടെ കായിക സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് കുന്നുംഭാഗം സ്പോർട്സ് സ്കൂളിന്റെ ശിലാസ്ഥാപനം നാളെ നടക്കും. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം ഹൈസ്കൂളിനോടനുബന്ധിച്ചാണ് പുതിയ സ്പോർട്സ് സ്കൂൾ അനുവദിച്ചിട്ടുള്ളത്. 5 ഏക്കർ സ്ഥലത്ത് 27,70,00,000 രൂപ ഉപയോഗിച്ചാണ് സ്കൂളിന്റെ നിർമ്മാണം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കേരളത്തിലെ 5ാമത്തെ ഈ സ്പോർട്സ് സ്കൂൾ പണിതുയർത്തുന്നത്. സ്പോർട്സ് താരങ്ങളായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ താമസിച്ച് പഠിക്കുന്നതിനും പരിശീലനം നടത്തുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിന് മുന്നോടിയായി 3,70,00,000 രൂപ ഉപയോഗിച്ച് കുന്നുംഭാഗം സ്കൂളിന് പുതിയ കെട്ടിടം പണിത് മാറ്റി പ്രവർത്തനം തുടങ്ങിയ ശേഷമാണ് സ്പോർട്സ് സ്കൂളിനായി സ്ഥലം കണ്ടെത്തിയത്. നാളെ വൈകിട്ട് 4 മണിക്ക് സ്പോർട്സ് സ്കൂളിന്റെ ശിലാസ്ഥാപനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് നാളെ ഏറെ ശ്രദ്ധാർഹമാകുന്ന പ്രവർത്തനത്തിന് നമ്മൾ തുടക്കമിടുകയാണ്. കാഞ്ഞിരപ്പള്ളിക്ക് അഭിമാനപൂർവ്വം നാളെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ ഒരു പ്രവർത്തനത്തിന് തുടക്കമാണ് കേരളത്തിൻ്റെ ആദരണീയനായ കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹിമാൻ നാളെ വൈകിട്ട് 4 മണിക്ക് കുന്നുംഭാഗം ഗവൺമെൻറ് സ്കൂൾ വെച്ച് നിർവഹിക്കുന്നത്. ഈ കാണുന്ന വിശാലമായ 5 ഏക്കർ സ്ഥലത്താണ് കേരളത്തിലെ 5ാമത്തെ സ്പോർട്സ് സ്കൂള് കുന്നുംഭാഗത്ത് ആരംഭിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് സഹായത്തോടെ കിഫിയുടെ ധനസഹായത്തോടെ 27.70 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കായിക അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സ്പോർട്സ് സ്കൂള്. പ്രധാനമായിട്ടും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സ്പോർട്സ് ഡിവിഷൻ ആരംഭിച്ചുകൊണ്ട് ഇവിടെ താമസിച്ചവർക്ക് പരിശീലനം നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നിരവധി കായിക പ്രേമികളെ രാജ്യത്തിന് സംഭാവന ചെയ്ത കാഞ്ഞിരപ്പള്ളിയുടെ നാളുകളായുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലെ ആഹ്ലാദത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അമിത വേഗതയിൽ ഓവർടേക്കിങ്ങിന് ശ്രമിച്ച കാറിടിച്ച് 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മണർകാട് ഐരേറ്റുനടയിലാണ് അപകടമുണ്ടായത്. അമിത വേഗതയിൽ വളവിൽ ഓവർടേക്കിങ്ങിന് ശ്രമിച്ച കാർ ബൈക്കിലിടിച്ച് 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ദേശീയപാത 183-ൽ കോട്ടയം മണർകാട് ഐരാറ്റുനടയിൽ ഞായറാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടായത്. മണർകാട് സ്വദേശി കൈതമറ്റം 3 പ്ലാക്കൽ ദീപു, സുഹൃത്ത് മാവേലിക്കര സ്വദേശി രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്ന നാനോ കാറാണ് ഐരാറ്റുനട വളവിൽ വെച്ച് ഓവർടേക്കിങ്ങിനിടെ എതിർദിശയിൽ മണർകാട്ടേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ ഇടിച്ചത്. തുടർന്ന് ഉയർന്ന് തെറിച്ചു വീണ യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ഇവരെ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ നിന്നും ശസ്ത്രക്രിയയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്കും ഇരുവരെയും മാറ്റി. അപകടത്തിന് പിന്നാലെ ഏറെ നേരം ഗതാഗത കുരുക്കുമുണ്ടായി. മണർകാട് പോലീസ് സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചു. റോഡിന്റെ ഈ ഭാഗത്ത് വലിയ ഉയരത്തിൽ പുല്ല് വളർന്നു നിൽക്കുന്നതും ഡ്രൈവർമാർക്ക് വെല്ലുവിളിയാകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി ചെറുവള്ളിക്കാവിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായ കുംഭപൂരം നാളെ നടക്കും. ഉച്ചയ്ക്ക് വിവിധ പാട്ടമ്പലങ്ങളിൽ നിന്നുള്ള കുംഭകുട ഘോഷയാത്രകൾ ക്ഷേത്രാങ്കണത്തിലെത്തി സംഗമിക്കും. ഭക്തവത്സലയും അഭീഷ്ടവരദായിനിയുമാണ് പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മ. ചിറക്കടവ് ദേശത്തിലെ ചെറുവള്ളിലമ്മയുടെ ഭക്തനായ അറയ്ക്കൽക്കാരണവരുടെ അപേക്ഷ പ്രകാരം അദ്ദേഹത്തിന്റെ കുടയിലേറി പാമ്പാടി ദേശത്തിന്റെ ഐശ്വര്യദായിനിയായി എത്തിയതാണ് ചെറുവള്ളിക്കാവിലമ്മ എന്ന് ഐതിഹ്യം. അറയ്ക്കൽ തറവാട്ടിലെ നിലവറയിൽ കുടിയിരുന്ന ദേവിയെ പിന്നീട് ആചാരവിധി പ്രകാരം കുടിയിരുത്തിയതാണ് ഇപ്പോൾ കാണുന്ന ക്ഷേത്രം. 800 വർഷത്തിനുമേൽ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2025-ലാണ് പൂർത്തിയായത്. പുനരുദ്ധാരണ വേളയിൽ നടത്തിയ ദേവപ്രശ്ന വിധി പ്രകാരം ഈ വർഷം മുതലാണ് ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവം നടത്തുന്നത്. ഉത്സവ ചടങ്ങുകൾ തുടങ്ങിയ അന്നു മുതൽ 6 ദിവസങ്ങളിലും ഉത്സവ ബലി ദർശനം ഉണ്ടായിരുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രത്യേകതയെന്ന് ദേവസ്വം പ്രസിഡന്റ് രാജേന്ദ്രൻ നായർ പറഞ്ഞു. പാമ്പാടിയുടെ ദേശാധിപത്യ ദേവതയായ ചെറുവള്ളിക്കാവിലമ്മയുടെ തിരുവുത്സവം കുംഭപൂരം ഫെബ്രുവരി 24-ാം തീയതി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പെരിഞ്ചേരി മനവാസ നമ്പൂതിരിപ്പാട് കൊടിയേറ്റതോടുകൂടി ആരംഭിച്ചു.
10 ദിവസത്തെ ഉത്സവത്തോടു കൂടിയാണ് ഉത്സവ പരിപാടികൾ സമാപിക്കുന്നത്. അതിൽ 6 ദിവസം ഉത്സവ ബലി ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. നിരവധി ഭക്തരാണ് എല്ലാ ദിവസവും ഉത്സവ ബലി ദർശനം തൊഴുത് അമ്മയുടെ അനുഗ്രഹം തേടിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് നടന്ന ഉത്സവ ബലി ദർശനത്തിലും നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. തുടർന്ന് പ്രസാദമൂട്ടും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ നടക്കുന്നതിനൊപ്പം തിരുവരങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നു. ഞായറാഴ്ച വൈകിട്ട് ദുർഗാ വിശ്വനാഥും സംഘവും അവതരിപ്പിച്ച ഗാനമേള കാണികളെ ഉത്സവ ലഹരിയിലാഴ്ത്തി. എട്ടാം ഉത്സവ ദിനമായ നാളെയാണ് പ്രസിദ്ധമായ കുംഭപൂരം. 9 കരകളിലെ വിവിധ പാട്ടമ്പലങ്ങളിൽ നിന്നും എത്തുന്ന കുംഭകുട സംഘങ്ങൾ ഉച്ചയോടെ ക്ഷേത്രത്തിൽ സംഗമിക്കും. ബുധനാഴ്ചയാണ് പള്ളിവേട്ട. വ്യാഴാഴ്ച തിരുവാറാട്ടോടെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. പാമ്പാടി ദേശത്തിന്റെ ഉത്സവമായ പാമ്പാടി പൂരത്തിന് ദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ദേവസ്വം സെക്രട്ടറി സജികുമാർ MR അറിയിച്ചു. നമ്മൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് എല്ലാ ആൾക്കാരുടെയും ഒരു ഉത്സവമാണ് പാമ്പാടി പൂരം എന്ന് പറയുന്ന കുംഭപൂരം. അത് എല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്താറുണ്ട്. എല്ലാവരെയും നമ്മൾ ഇതിനോട് ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് നല്ല രീതിയിൽ അവരുടെ സഹകരണം നമുക്ക് ലഭിക്കുന്നുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ നമുക്കത് വളരെയേറെ പ്രയോജനം ചെയ്തു. അത് വളരെയേറെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച കാര്യങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ഭീമഹർജികളുമായി കോട്ടയത്ത് ആം ആദ്മി പാർട്ടിയുടെ കളക്ട്രേറ്റ് മാർച്ച്. 10,000-ഓളം ഭീമഹർജികളുമായാണ് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തത്. ദാഹിക്കുന്നു, കുടിവെള്ളം വേണം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിം ഫിലിപ്പിന്റെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. നമ്മൾ ഇന്നും കുടിവെള്ളത്തിനായിട്ട് കേഴുകയാണ്. എത്ര ലജ്ജാകരമാണ്. എന്താണ് ഇവിടെയുള്ള ഭരണാധികാരികൾ, മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ഇവിടെയുള്ള നേതാക്കൾ, ഭരണകർത്താക്കൾ എന്താണ് ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്? ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഇവിടെയാണ് ആം ആദ്മി പാർട്ടി വ്യത്യസ്തമാകുന്നത്. ഞങ്ങൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് നിങ്ങൾക്കെല്ലാം അറിയാം. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നില്ല. അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് വെള്ളമാണെങ്കിലും കറണ്ടാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും എന്താണെങ്കിലും, ഞങ്ങൾ ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാണ്. നിങ്ങളാണ് അത് ചിന്തിക്കേണ്ടത്. 10,000-ഓളം ഭീമഹർജികളുമായാണ് പ്രവർത്തകർ മാർച്ചിൽ അണിനിരുന്നത്. കളക്ട്രേറ്റ് കവാടത്തിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് കളക്ടറെ നേരിട്ട് കണ്ട് നിവേദനം നൽകണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അനുവദിച്ചില്ല. ഇതിനെ തുടർന്ന് കളക്ട്രേറ്റ് കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. LDFന്റെ കാഞ്ഞിരപ്പള്ളി മണ്ഡലം വികസന സന്ദേശയാത്ര സമാപിച്ചു. ഡോക്ടർ N. ജയരാജ് MLA ക്യാപ്റ്റനായി നടന്ന വികസന സന്ദേശയാത്രയ്ക്ക് നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. LDFന്റെ കാഞ്ഞിരപ്പള്ളി മണ്ഡലം വികസന സന്ദേശയാത്ര സമാപിച്ചു. മണ്ഡലത്തിലെ വികസനത്തെപ്പറ്റി ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ N. ജയരാജ് MLA വിവിധ കേന്ദ്രങ്ങളിൽ വിശദീകരിച്ചു. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചാണ് 2 ദിവസങ്ങളിലായി വികസന സന്ദേശയാത്ര നടത്തിയത്. ഞായറാഴ്ച കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ വിഴിക്കത്തോട്ടിലും മണിമല പഞ്ചായത്തിലെ പൊന്തൻപുഴയിലും ചിറക്കടവ് പഞ്ചായത്തിലെ തെക്കേത്തുകവലയിലും വികസന സന്ദേശയാത്രയ്ക്ക് സ്വീകരണം നൽകി. ഷമീം അഹമ്മദ് തെക്കേത്തുകവലയിലെ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ അധ്യക്ഷനായി. നേതാക്കളായ ഗിരീഷ് S. നായർ, AM മാത്യു ആനത്തോട്ടം, VG ലാൽ, സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ N. ജയരാജ് MLA മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ആഗോള വിപണിയെ അത്ഭുതപ്പെടുത്തി സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി. ഇന്ന് ഗ്രാമിന് 300 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 1,24,520 രൂപയിലെത്തി. ഇന്ന് ഗ്രാമിന് 300 രൂപ കുറഞ്ഞതോടെ 1 ഗ്രാം സ്വർണത്തിന് 15,565 രൂപയായി. സാധാരണ യുദ്ധ സാഹചര്യങ്ങളിൽ സ്വർണ്ണവില കുതിക്കുകയാണ് പതിവ്. ചങ്ങനാശ്ശേരി SB കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു.
ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദാനധർമ്മമാണ് മഹത്വമെന്ന SB കോളേജിന്റെ ആപ്തവാക്യം ദാനത്തെ പ്രകീർത്തിക്കുന്ന തിരുക്കുറളിലെ മഹത്വജനത്തിന് സമാനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചങ്ങനാശ്ശേരി SB കോളേജിന്റെ ശതാബ്ദി ആഘോഷ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വന്തമായി ജീവിതമാർഗം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസം. സ്വന്തം കാലിൽ നിൽക്കാൻ അത് സഹായിക്കും. പൗരന്റെ സ്വഭാവ രൂപീകരണത്തിലും വിദ്യാഭ്യാസത്തിന് വലിയ സ്ഥാനമുണ്ട്. മികവ്, ധാർമ്മികത, സഹാനുഭൂതി എന്നിവയാണ് വിദ്യാഭ്യാസത്തിൽ നിറയേണ്ടത്. മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് വേണം വളർച്ച നേടാനെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. 100 years old college is not just a campus of classrooms and corridors. For 100 years, this institution has silently yet steadily contributed to the nation building, to the society building. When our country was under the colonial rule, our historic college was a center of intellectual awakening. And I am participating in Kerala as the Vice President for the third time. But this time got a special importance. That is, Kerala becomes Keralam. So I appreciate both the center and the state governments for this. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ടെഡി കാഞ്ഞുപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കിടങ്ങൂരിന് ആഘോഷമായി കാവടി ഘോഷയാത്ര. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പ്രസിദ്ധമായ കട്ടച്ചിറ കാവടി ഘോഷയാത്ര നടന്നത്. കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 6ാം ഉത്സവ ദിനമായ ഇന്നലെ നടന്ന ചരിത്രപ്രസിദ്ധമായ കാട്ടച്ചിറ കാവടി ഘോഷയാത്രയും കാവടി അഭിഷേകവും ഭക്തിസാന്ദ്രമായി. ഒപ്പം വർണ്ണാഭവും. രാവിലെ 8 മണിയോടെ കാട്ടച്ചിറ കാണിക്ക മണ്ഡപത്തിൽ നിന്നും ഒറ്റക്കാവടി, 12 കാവടി, 24 കാവടി, ചെണ്ടമേളം, ശിങ്കാരിമേളം, പാണ്ടിമേളം, അമ്മൻകുടം, കൊട്ടക്കാവടി, ആട്ടക്കാവടി, ശിവപാർവതി നൃത്തം, വള്ളുവനാടൻ തിരയാട്ടം, രൂപക്കാവടി, പൂതൻ, നന്ദികേശപ്രയാണം, ഫാൻസി ആന, മൂകാംബിക പ്ലോട്ട് എന്നിവയുടെ അകമ്പടിയോടെ നടന്ന കാവടി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ അണിനിരുന്നു. കട്ടച്ചിറയിൽ നിന്നും പഴയ പാലാ റോഡിലൂടെ കാവടി ഘോഷയാത്ര കിടങ്ങൂർ ടൗൺ ചുറ്റി മണർകാട് റോഡിലേക്ക് കയറിയപ്പോൾ ഘോഷയാത്രയിൽ അണിചേരാൻ കാത്തുനിന്ന് നൂറുകണക്കിന് പേരാണ്. കാവടി ഘോഷയാത്ര 10:30 ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലെത്തുമ്പോൾ റോഡിന് ഇരുവശവും ഗോപുരത്തിലും പടിഞ്ഞാറേ മൈതാനത്തും പരിസര പ്രദേശങ്ങളിലുമായി തിങ്ങി നിറഞ്ഞത് വൻ പുരുഷാരമാണ്. കൊട്ടക്കാവടികളും ആട്ടക്കാവടികളും അമ്മൻകുടവും ഗരുഡൻപറവയും കരക്കാട്ടവും ചെണ്ടമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും ശിങ്കാരിമേളത്തിന്റെയും പാണ്ടിമേളത്തിന്റെയും പമ്പമേളത്തിന്റെയും നാദപ്രപഞ്ചത്തിൽ നിറഞ്ഞാടി. വിവിധ വർണ്ണങ്ങൾ നിറഞ്ഞ കാവടികൾ കണ്ണിന് കുളിർമഴയായി മുന്നിൽ ആടിത്തമർക്കുന്ന കാഴ്ച ആഹ്ലാദത്തോടെയാണ് ആഭാരവൃത്തം ജനങ്ങളും ആസ്വദിച്ചത്. ഒപ്പം ഭക്തിയുടെ നേർക്കാഴ്ചയായി ഹരഹര മന്ത്രധ്വനികളും. കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ കാവടി അഭിഷേകവും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. നവതിയുടെ നിറവിൽ നിൽക്കുന്ന പാലാ സെന്റ് മേരീസ് LP സ്കൂളിൽ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ളാലം പഴയപള്ളി പാരിഷ് ഹാളിൽ നടന്ന സംഗമം ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. മാണി സി കാപ്പൻ MLA അധ്യക്ഷനായി. സിനിമാ താരം മിയ ജോർജ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം, ഫാദർ ജോസഫ് തടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളിക്ക് ഇത് സ്വപ്ന നേട്ടം. സ്പോർട്സ് സ്കൂളിന്റെ ശിലാസ്ഥാപനം നാളെ. സ്പോർട്സ് സ്കൂൾ പണിയുന്നത് 27 കോടിയിലധികം രൂപ മുടക്കി കുന്നം ഭാഗം ഗവൺമെന്റ് ഹൈസ്കൂളിനോടനുബന്ധിച്ച്. അമിത വേഗതയിൽ വളവിന് ഓവർടേക്ക് ചെയ്ത കാറിടിച്ച് ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്ക്. ഗുരുതര പരിക്കുകളുമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. പരിക്കേറ്റത് മണർകാട് സ്വദേശി ദീപുവിനും
സുഹൃത്തിനും. അനുഗ്രഹം ചൊരിഞ്ഞ ചെറുവള്ളിക്കാവിലമ്മ. നാളെ കുംഭപൂരം. നാടാകെ പാമ്പാടിയിലേക്ക്. കുടിവെള്ളത്തിനായി ഭീമഹർജികളുമായി ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം കളക്ടറേറ്റ് മാർച്ച്. പ്രവർത്തകർ എത്തിയത് 10,000-ഓളം ഭീമഹർജികളുമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.